പ്രതിരോധ മേഖലയിൽ ഇന്ത്യ ഒപ്പുവെക്കുന്ന ഏറ്റവും വലിയ കരാറിന് അരങ്ങൊരുങ്ങുകയാണ്. ഫ്രാൻസിൽ നിന്ന് 114 റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനായി ഏകദേശം 3.25 ലക്ഷം കോടി രൂപയുടെ കരാർ സംബന്ധിച്ച ചർച്ചകൾക്ക് ഉടനെ തന്നെ തുടക്കമാകും. ചർച്ചകൾക്ക് ശേഷം ഉന്നതതല യോഗം അനുകൂല തീരുമാനത്തിലെത്തിയാൽ ഇന്ത്യയുടെ വ്യോമസേന രേഖപ്പെടുത്തുന്ന ഏറ്റവും സവിശേഷമായ കരാറായി മാറും. കരാർ അംഗീകരിക്കപ്പെട്ടാൽ ഇന്ത്യൻ സൈന്യത്തിലെ റഫാൽ യുദ്ധവിമാനങ്ങളുടെ എണ്ണം 176 ഉയരും. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഇപ്പോൾ തന്നെ 36 റഫാൽ വിമാനങ്ങളുണ്ട്. കഴിഞ്ഞ വർഷം നാവികസേനയും 26 റഫാൽ വിമാനങ്ങൾക്കുള്ള ഓർഡർ നൽകിയിരുന്നു. പുതുതായി നിർദ്ദേശിക്കുന്ന 114 വിമാനങ്ങളിൽ 12 മുതൽ 18 വരെ വിമാനങ്ങൾ റെഡി ടു ഫ്ലൈ അവസ്ഥയിൽ നേരിട്ട് വ്യോമസേനയ്ക്ക് കൈമാറും. ബാക്കിയുള്ളവ ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിക്കപ്പെടുമെന്നാണ് കരുതുന്നത്. പുതിയ റഫാൽ കരാറിൽ ഏകദേശം 30% തദ്ദേശമായി രൂപപ്പെടുത്തുന്ന ഘടകങ്ങൾ ഉൾപ്പെടുത്താനാണ് നിലവിലെ നിർദ്ദേശം. സാധാരണ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികളിൽ 50 മുതൽ 60% സ്വദേശീയ ഘടകങ്ങൾ ആവശ്യമായി വരാറുണ്ടെങ്കിലും ഈ ഇടപാടിൽ അത് കുറവായിരിക്കുമെന്നാണ് സൂചന. മേക്ക് ഇൻ ഇന്ത്യ എന്ന വിഭാഗത്തിൽ ഇത് പെടുമോ എന്നത് ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ആയുധങ്ങളും തദ്ദേശീയ സംവിധാനങ്ങളും റഫാൽ വിമാനങ്ങളിൽ സംയോജിപ്പിക്കാൻ ഫ്രാൻസ് അനുമതി നൽകണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്. കരാറിന്റെ ഭാഗമായി ഈ സൗകര്യം ലഭിച്ചേക്കുമെങ്കിലും സോഴ്സ് കോഡുകൾ ഫ്രഞ്ച് കമ്പനിയുടെ കൈവശം തന്നെ തുടരാനാണ് കൂടുതൽ സാധ്യത. ഫ്രാൻസുമായുള്ള സ്ഥിരതയുള്ള ഈ കരാർ ഉയർത്തുന്ന ഒരു ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് ഫ്രാൻസ് അമേരിക്കയുടെ F-35, റഷ്യൻ സുഖോയ് 57 എന്നീ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ത്യ വീണ്ടും ഫ്രാൻസിനൊപ്പം മുന്നോട്ട് പോകുന്നത് ഈ ചോദ്യം ശക്തമായേക്കും. ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ഫലപ്രദമാണെന്ന് തെളിയിച്ച വിമാനങ്ങളാണ് റഫാൽ പ്ലാറ്റ്ഫോമിനുള്ള വിമാനങ്ങൾ എന്നാണ് ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് വാദിക്കുന്നത്. അതുതന്നെയാവും ഫ്രാൻസിനൊപ്പം പോകാനുള്ള ഈ തീരുമാനത്തിന് പിന്നിലെന്നാണ് വിലയിരുത്തേണ്ടത്. റഫാൽ വിമാനങ്ങളോട് ഇന്ത്യക്കുള്ള മമതയ്ക്ക് മറ്റൊരു കാരണം കൂടിയുണ്ട്. പാകിസ്ഥാനെതിരെ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ആക്രമണങ്ങളിൽ റഫാൽ വിമാനങ്ങൾ ഏവരും കൈയടിച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്ന് സർക്കാർ പലവട്ടം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് പ്രതിരോധ വകുപ്പിന്റെ ഈ തീരുമാനത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് വേണം കരുതാൻ. ചൈനീസ് PL-15 എയർ ടു എയർ മിസൈലുകളെ നേരിടുന്നതിൽ റഫാലിന്റെ സ്പെക്ട്ര ഇലക്ട്രോണിക് വാർഫെയർ സ്വീറ്റ് മേൽക്കൈ കൈവരിച്ചുവെന്നാണ് പ്രതിരോധ വകുപ്പ് അവകാശപ്പെടുന്നത്. റഫാൽ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന M88 എഞ്ചിനുകൾക്കായി ഹൈദരാബാദിൽ ഒരു MRO കേന്ദ്രം സ്ഥാപിക്കാനും ഫ്രഞ്ച് കമ്പനി ആലോചിക്കുന്നുണ്ട്. ഇതിനകം തന്നെ യുദ്ധവിമാനങ്ങളുടെ പരിപാലനത്തിനായി ദസോ ഇന്ത്യയിൽ ഒരു കേന്ദ്രം പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഇതുകൂടാതെ ടാറ്റ അടക്കമുള്ള ഇന്ത്യൻ വ്യോമയാന കമ്പനികളും നിർമ്മാണ ഘട്ടത്തിൽ പങ്കാളികളാകാൻ സാധ്യതയുണ്ട് എന്ന് കരുതാം. സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യക്ക് അടിയന്തരമായി കൂടുതൽ യുദ്ധവിമാനങ്ങൾ ആവശ്യമാണ് എന്നത് വസ്തുതയാണ്. ഭാവിയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ശക്തി കേന്ദ്രങ്ങൾ സുഖോയ് 30 MKI, റഫാൽ എന്നിവയ്ക്കൊപ്പം തദ്ദേശീയമായ യുദ്ധവിമാനങ്ങളായ LCA Mark Aയും 5ാം തലമുറ ഫൈറ്റർ പദ്ധതിയുമാകുമെന്നാണ് കരുതേണ്ടത്. ഇതിനകം 180 LCA Mark A വിമാനങ്ങൾക്കായി ഓർഡർ നൽകിയിട്ടുള്ള ഇന്ത്യ 2035 ശേഷം വലിയ തോതിൽ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന 5ാം തലമുറയിലെ യുദ്ധവിമാനങ്ങളും സേവനത്തിലേക്ക് കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്നുണ്ട്. 114 റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള നീക്കം ഇന്ത്യയുടെ പ്രതിരോധ നയത്തിൽ ഒരു തന്ത്രപരമായ ചുവടുവയ്പായാണ് പ്രതിരോധ വകുപ്പ് കരുതുന്നത്. പ്രതിരോധ മന്ത്രാലയത്തിന്റെ അംഗീകാരത്തിന് ശേഷം ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയുടെ അന്തിമ അനുമതി ലഭിച്ചാൽ ഈ കരാർ സാധ്യമാകും എന്നറിയുന്നു.